ഗുരുവായൂരപ്പൻ്റെ വഴിപാടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഉദയാസ്തമന പൂജ. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഉദയം മുതൽ അസ്തമയം വരെ നീണ്ടു നിൽക്കുന്ന പൂജയാണിത്. കേരളത്തിലെ മിക്ക ക്ഷേത്രങ്ങളിലും നിലവിലുള്ള വഴിപാടാണിതെങ്കിലും ഗുരുവായൂരിലാണ് ഈ വഴിപാടിന് ഏറ്റവും പ്രാധാന്യമുള്ളത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉദയാസ്തമന പൂജ നടക്കുന്ന ക്ഷേത്രവും ഗുരുവായൂരാണ്. തന്മൂലം ഈ വഴിപാട് നടന്നു കിട്ടാൻ ദീർഘകാലം കാത്തിരിക്കേണ്ടി വരും. പലപ്പോഴും ബുക്കിംഗ് ഉണ്ടാകാറുമില്ല. നിലവിൽ 2045 വരെയുള്ള വഴിപാടുകൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം ഒരു പൂജയെ നടത്താറുള്ളൂ. 21 പൂജകളാണ് ഉദയാസ്തമന പൂജയുള്ള ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉണ്ടാകാറുള്ളത്. ഇവയ്ക്കുള്ള നിവേദ്യങ്ങളും ചന്ദനവും തീർത്ഥവും അടക്കമുള്ള പ്രസാദങ്ങളും വഴിപാടുകാരൻ്റെ കുടുംബാംഗങ്ങൾക്കാണ്. പൂജയ്ക്കായി ഓരോ സമയവും അകത്തു പോകാൻ ദേവസ്വം ഒരു സഹായിയെയും അയച്ചു തരും. പൂജയുടെ തലേ ദിവസം വൈകിട്ട് ഗണപതി പൂജയോടെയാണ് ചടങ്ങുകളുടെ ആരംഭം. തുടർന്ന് ക്ഷേത്രത്തിലെ പൂജയ്ക്ക് നെല്ലുകുത്തി അരി ഉണ്ടാക്കുന്ന കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന സ്ത്രീക്ക് യഥാശക്തി ദക്ഷിണ സമർപ്പിക്കുന്നു. അടുത്ത പൂജയ്ക്കും അവരുണ്ടാകണേ എന്നൊരു പ്രാർത്ഥന മാത്രമാണ് ഈ സമയത്ത് ഭക്തർക്കുണ്ടാകുക. പിറ്റേന്നത്തെ പൂജയ്ക്ക് അരി അളക്കുന്ന ചടങ്ങുണ്ടാകും. അതിന് വഴിപാടുകാരൻ്റെ കുടുംബം ഹാജരാവണം. വഴിപാട് നടത്തുന്ന കുടുംബത്തിന് ക്ഷേത്രം തെക്കേ നടയിലെ പാഞ്ചജന്യം റെസ്റ്റ് ഹൗസിൽ താമസവും ഭക്ഷണവും ഉറപ്പാക്കുന്നു. പൂജാ ദിവസം രാവിലെ നിർമാല്യം മുതൽ തൃപ്പുക വരെയുള്ള എല്ലാ ചടങ്ങുകളും പ്രസ്തുത കുടുംബത്തിൻ്റെ വകയാണ്. 21 പൂജകൾക്കും കുടുംബക്കാർ ഓരോരുത്തരായി പോയി തൊഴുതു വരുന്നു. ഈ അവസരങ്ങളിൽ VIP-കൾക്ക് കൊടുക്കുന്ന എല്ലാ പരിഗണനകളും അവർക്കുണ്ടാകും. മറ്റ് ഭക്തരെ പോലെ വരി നിൽക്കേണ്ട ആവശ്യമില്ല. നാലമ്പലത്തിനകത്തേക്കുള്ള പ്രവേശനവും അവർക്ക് നേരിട്ട് അനുവദിച്ചു കൊടുക്കും. ഭഗവാന് നേദിച്ച അപ്പം, പായസം, കദളിപ്പഴം, പഞ്ചസാര തുടങ്ങിയവയും മുഖത്ത് ചാർത്തിയ ചന്ദനം, കളഭം മുതലായവയും അഭിഷേകം ചെയ്ത തീർത്ഥജലവും എണ്ണയും പാദങ്ങളിൽ അർപ്പിച്ച പൂക്കളുമെല്ലാം അവർക്കുള്ളതാണ്. ഉച്ചയ്ക്കുള്ള പ്രസാദഊട്ടിൻ്റെയും സന്ധ്യയ്ക്കുള്ള ചുറ്റുവിളക്കിൻ്റെയും പ്രധാന അവകാശികളും അവർ തന്നെ. ചുരുക്കത്തിൽ അന്നത്തെ ദിവസം മുഴുവൻ ഭക്തരുടെ വകയാകുന്നു. ഏറെക്കാലമായി നിലവിലുണ്ടായിരുന്ന വഴിപാടാണെങ്കിലും കർണാടക സംഗീത സാമ്രാട്ടായിരുന്ന ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരാണ് ഉദയാസ്തമന പൂജയ്ക്ക് പ്രചാരമുണ്ടാക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത്. തൻ്റെ സുദീർഘമായ സംഗീത ജീവിതത്തിൽ താൻ സമ്പാദിച്ചു കൂട്ടിയതെല്ലാം ഗുരുവായൂരപ്പന് സമർപ്പിച്ച അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ 18 വർഷം ആ സമ്പാദ്യം കൊണ്ട് ഉദയാസ്തമന പൂജ നടത്തി പോന്നു. കുറഞ്ഞത് 100 ഉദയാസ്തമന പൂജകളെങ്കിലും അദ്ദേഹം ജീവിതത്തിൽ കഴിച്ചിട്ടുണ്ടാകണമെന്നാണ് പറയപ്പെടുന്നത്.